ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തൊരു കണ്ടൻറ്റാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് വീഡിയോ എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. യൂട്യൂബ് തുടക്കക്കാർക്ക് വേണ്ടിയുള്ളേ കേട്ടോ ഈ ഒരു വീഡിയോ. ബിഗിനേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കണ്ടൻറ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ സംഭവിച്ച തെറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷോർട്സ് ഇടുന്നതിനകത്ത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ തന്നെ ആദ്യം നമ്മൾ ഒരു 50% ആൾക്കാരും പോകുന്നത് എങ്ങോട്ടാണ്? ഷോർട്ട് വീഡിയോയിലോട്ടായിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മളൊരു ഷോർട്സ് ഇട്ടതിന് ശേഷം വെച്ചാണ് പിന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് നമുക്ക് തെറ്റ് പറ്റി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചാനലിലെ വ്യൂ അത്രയും നല്ലതുപോലെ അങ്ങ് കുറഞ്ഞു വരും. നമ്മൾ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് നമുക്ക് വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വ്യൂ കയറത്തുള്ളൂ, നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലോട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ തന്നെ ആണെന്ന് പറഞ്ഞാലും ഫസ്റ്റ് തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വെച്ച് അത് യൂട്യൂബിൽ കൊണ്ട് ഒരു ക്യാപ്ഷൻ കൊടുത്ത് അപ്ലോഡ് ചെയ്യും, കഴിഞ്ഞു. പക്ഷേ അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അതിന് ഓരോ സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ട്. ആ സ്റ്റെപ്പും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂ കയറത്തുള്ളൂ. എൻ്റെ വീഡിയോസിന് ഒരു 500-600 ആ ഒരു വ്യൂവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നുള്ളത്. ഞാൻ ഈ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്തതിന് ശേഷം വെച്ച് എൻ്റെ വ്യൂ എന്ന് പറയുന്നത് 3 വീഡിയോസ് ഞാൻ പിന്നിട്ടിട്ടുണ്ട്. അതിൽ 1.6K 1K അടുത്താകാറായ 2 വീഡിയോസ്, ബാക്കി 2 ഇപ്പം ഇട്ടേക്കുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത്രയും വ്യൂവേഴ്സ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു ക്രൈറ്റീരിയ 2-3 വീഡിയോസിനകത്ത് കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ വ്യൂവേഴ്സ് 1K പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു അതിശയം തന്നെ തോന്നി. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇടുന്ന് പിറ്റേന്ന് തന്നെ 1K പുറത്താവുമെന്ന് പറയുന്നത് തന്നെ ഒരു അതിശയം തന്നെ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു മെത്തേഡ് ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഞാൻ എങ്ങനെയാണ് യൂട്യൂബിൽ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്നും നിങ്ങൾക്കൂടി പറഞ്ഞു തരാമെന്ന് വെച്ച്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് തന്നെയാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴായാലും ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആംഗിളിൽ ഫോൺ വെച്ച് മാത്രമേ നമ്മൾ വീഡിയോ എടുക്കാവുള്ളൂ. ഇങ്ങനെ ചരിച്ച് വീഡിയോ എടുത്തിട്ട് നമ്മൾ ആപ്പിനകത്ത് ഇട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള രീതി കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ നിന്ന് വീഡിയോ എടുക്കാൻ ശ്രമിക്കണമെന്നല്ല, ഇങ്ങനെ തന്നെ വീഡിയോ എടുക്കണം. അതുപോലെ തന്നെ അത് നമ്മൾ ഏത് ആപ്പിലാണോ ഇട്ട് എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ആപ്പിൽ 9:60 എന്ന റേഷ്യോ മാത്രമായിരിക്കണം നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് സേവ് ആക്കി വെക്കേണ്ടത്. നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ നമുക്കിനി അത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം വെച്ച് തന്നെ ഒരു പ്ലസ് ബട്ടൺ അവിടെ കാണാൻ പറ്റും. ആ പ്ലസ് ബട്ടൺ ഓപ്പൺ ചെയ്യണം. അന്നേരം താഴെ തന്നെ വീഡിയോ, ഷോർട്ട്, ലൈവ്, പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കുറേ വരും. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഷോർട്ട് വീഡിയോ അല്ലേ പോസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മളവിടെ ഷോർട്ടിനകത്ത് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ മുകളിൽ തന്നെ 50 സെക്കൻഡ് എന്നുള്ള ഒരു ഇത് കിടപ്പുണ്ട്. അവിടെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ 3 മിനിറ്റ് എന്ന് വരും. അത് കഴിഞ്ഞ് ആ പേജിൽ ചെയ്തതിന് ശേഷം വെച്ച് താഴ്ഭാഗത്ത് തന്നെ ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ ഏത് വീഡിയോ ആണോ സേവ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ആ വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കണം. നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പേജിൽ ഡൺ എന്ന് കാണിക്കും. അപ്പോൾ ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ ഒരു ടിക്ക് മാർക്ക് കിടപ്പുണ്ട്, അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്തതിന് ശേഷം വെച്ച് പിന്നെ 2 ഓപ്ഷൻ നമുക്ക് വരും. ടൈം ലൈന്, നെക്സ്റ്റ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ വരും. അതിനകത്ത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട പേജായിരിക്കും പിന്നെ ചെല്ലുന്നത്. നമുക്കിനി ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ അവിടെ ഒരു പെൻസിൽ ഐക്കൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ വരും. നമുക്കിതിൽ ഏത് ഭാഗമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് ആ ടിക്ക് മാർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ടൈറ്റിൽ കൊടുക്കണം. നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ടൈറ്റിലാണെന്ന് വെച്ചാൽ നിങ്ങളത് കൊടുക്കുക. പിന്നെ നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ വിസിബിലിറ്റി
അൺലിസ്റ്റഡ് ആക്കി ഇടണം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വെച്ച് മാത്രമേ പബ്ലിക്കാക്കി ഇടാവുള്ളൂ. അതുവരെ നമ്മളിത് അൺലിസ്റ്റഡ് ആക്കി ഇട്ടുകൊണ്ടായിരിക്കണം നമ്മളിതെല്ലാം ചെയ്യുന്നത്. അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ലൊക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സെലക്ട് ഓഡിയൻസ്. ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ്, നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ്. ഞാൻ അവിടെ നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നാണ് ഉള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോസ് കുട്ടികൾക്കും മുതിർന്നവർക്കും കാണാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് റിലേറ്റഡ് വീഡിയോ. നമുക്കിവിടെ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ കൊടുക്കാവുന്നതാണ്. അതിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസിലോട്ട് പോകും. ആ വീഡിയോസിലോട്ട് പോകുമ്പോൾ നമുക്ക് ഏത് വീഡിയോ ആണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സ്. ഞാനവിടെ അലോ ഒൺലി ഓഡിയോ റിമിക്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ അലേർഡ് കണ്ടൻറ്റ് ഞാനവിടെ നോ കൊടുക്കുന്നുണ്ട്. പിന്നെ കമൻറ്റ് സെക്ഷൻ ഓഫ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കിയിട്ട് കൊടുക്കണം. അപ്ലോഡ് ഷോട്ട്, പിന്നെ നമ്മുടെ ഷോട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പം നമ്മുടെ യൂട്യൂബിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. ഷോട്ട് അപ്ലോഡ് ചെയ്ത് അത് ഇത്രയും സെറ്റായിട്ടുണ്ട്. അത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം വെച്ച് ഇനി നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. YT സ്റ്റുഡിയോയിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതൊക്കെ കിടക്കുന്നത്. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുമേ. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസും കാര്യങ്ങളും അതിനകത്ത് കാണും. അതിന് നമ്മൾ എടുത്ത വീഡിയോ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ മുകളിൽ തന്നെ അതിനൊരു പെൻസിൽ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ടൈറ്റിൽ കൊടുത്തില്ലയോ, ആ ടൈറ്റിൽ കൊടുത്തത് അതുപോലെ കോപ്പി ചെയ്ത് ഡിസ്ക്രിപ്ഷനകത്ത് നമ്മളത് പേസ്റ്റ് ആക്കണം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഹാഷ്ടാഗുകൾ കൊടുക്കാം. നമ്മൾ എന്ത് സംബന്ധിച്ചാണോ വീഡിയോ ഇട്ടേക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള ഹാഷ്ടാഗുകൾ കൊടുക്കാവേ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടാഗ്സ് കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൂടിയേ ഉള്ളൂ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ടാഗ് കൊടുക്കുന്ന ടൈമിൽ ഹാഷ്ടാഗ് എവിടെ കൊടുക്കരുത്. നമ്മൾ ഡിസ്ക്രിപ്ഷന് ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്, അത് തന്നെ ഹാഷ്ടാഗ് ഇല്ലാതെ ഇങ്ങോട്ടേക്ക് ആക്കാം. പിന്നെ ഇപ്പം എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫാമിലി വ്ലോഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കണം. ഇപ്പം എക്സാമ്പിൾ പറയാൻ ഫാമിലി വ്ലോഗ്സ്, ഫാമിലി ഫ്രണ്ട്ലി അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കാണും. നമുക്ക് എന്തുവാണോ ഓപ്ഷനായിട്ടുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആക്കി ഇട്ടേക്കുക, അത് പബ്ലിക് ആക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സേവ് ചെയ്യണം. നമുക്കപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. നമ്മൾ ഏതൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ വ്യൂവേഴ്സ് കയറും. നമ്മുടെ യൂട്യൂബ് ചാനൽ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും, ഒരുപാട് പേരിൽ എത്തുകയും ചെയ്യും കേട്ടോ. നമുക്ക് എങ്ങനെ പോയാലും 1K പുറത്ത് വ്യൂവേഴ്സ് എന്തായാലും ആവും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളും വീഡിയോ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യണം. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രയോജനമാവും കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.